മുഖത്തെ മാറ്റങ്ങൾ കണ്ടാലേ എനിക്ക് ചിലതൊക്കെ ഊഹിച്ചെടുക്കാൻ പറ്റും. തന്റെ കഴിവുകളിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ എന്നെ കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ചേച്ചിയുടെ വിവാഹക്കാര്യം പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. വന്ന ആൾ ഒഴിഞ്ഞു പോയിന്ന് പറഞ്ഞപ്പോ മുഖം തെളിഞ്ഞതും സത്യവും. എനിക്ക് കൂടുതൽ കൂടുതൽ ഉറപ്പാവുകയാണ് എന്റെ പെണ്ണെന്ന് വരുൺ പറയുന്നത് ചേച്ചി തന്നെ ആയിരിക്കും. എന്തായിരിക്കും രാധയ്ക്ക് പെട്ടെന്ന് വരണം നോക്കാനുള്ള കാരണം? എന്തെങ്കിലും അറിഞ്ഞു കാണുമോ? ഹലോ രാധികേ, താൻ വേറെ വിവാഹത്തിന് സമ്മതിച്ചോ? എടോ, തനിക്ക് വേറൊരു പയ്യനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. താൻ സമ്മതിച്ചിട്ടാണോ അതൊക്കെ? അച്ഛനെടുക്കുന്ന ഒരു തീരുമാനവും ഞാൻ എതിർക്കാറില്ല. എടോ, അബദ്ധമൊന്നും കാണിക്കരുത്. എടോ, താൻ കൂടി എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. അബദ്ധങ്ങളൊക്കെ ഒന്നിച്ച് തിരുത്താനാണെങ്കിലോ? എന്ത് തിരുത്താൻ? ഇഷ്ടമില്ലാത്ത ഒരുത്തിൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നു, ഇഷ്ടമില്ലാത്ത ഒരുത്തിൻ്റെ കൂടെ താൻ ജീവിക്കുന്നു. എടോ, പരസ്പരം ഇഷ്ടപ്പെട്ടതിന്റെ പേരില് നമ്മൾ തന്നെ നമ്മളെ ശിക്ഷിക്കണോ? ഞാനിപ്പോ ഒരു ബന്ധനത്തിലാണ്. പെട്ടെന്ന് അഴിച്ചെടുത്ത് കളയാൻ പറ്റാത്തൊരു ബന്ധനത്തിൽ. എത്ര നാളത് തുടരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതെനിക്ക് വലിച്ചു പൊട്ടിച്ച് കളഞ്ഞേ പറ്റൂ. അപ്പോ താൻ കാത്തിരിക്കുമെന്ന് എനിക്കൊരു ഉറപ്പ് വേണം. എടോ, എന്താണോ താനൊന്നും മിണ്ടാത്തത്? എനിക്കൊന്നും പറയാനില്ല, അതുകൊണ്ടാ. എടോ, തന്റെ ഇഷ്ടദേവൻ കൃഷ്ണനല്ലേ? പ്രണയത്തിന്റെ അർത്ഥം അറിയുന്ന ദേവനല്ലേ? അദ്ദേഹത്തിന്റെ മുമ്പില് മനസ്സിലുള്ള ഇഷ്ടം തനിക്ക് ഒളിക്കാൻ പറ്റുമോ? പറ. ഹലോ രാധിക, ഏയ്, ആരാടി ഫോണില്? അവനായിരിക്കും അല്ലേ ഇരുട്ടത്ത് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നവൻ. പിന്നെന്താ പകൽ വെളിച്ചത്തിൽ പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു? അതോ പാതിരാത്രിക്ക് നിന്നെ തേടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു? മുത്തശ്ശി വിചാരിക്കുന്ന ആരുമല്ല, എന്റെ ഒരു കൂട്ടുകാരെ വിളിച്ച്. നിന്റെ കൂട്ടും കൂട്ടുകാരിയും ഒക്കെ ആരാ എന്താന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്.
ദേവനും യശോദയും അറിയേ നിന്നെ എന്തെങ്കിലും ചെയ്താലേ അവര് ചിലപ്പോ ബഹളം വെക്കും. പക്ഷെ ആരും അറിയാതെ ചെയ്യാനും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അടങ്ങി ഒതുങ്ങി ഇതിനകത്ത് കഴിഞ്ഞോളൂ. നിന്റെ പിഴച്ച തള്ളയുടെ സ്വഭാവം കാണിച്ചിട്ടുണ്ടല്ലോ. മുത്തശ്ശി, നോടങ്ങടി, ശബ്ദം ഭൂമിയെ തീർത്തു കഴിഞ്ഞു. എന്താ ഇത്ര ആലോചിക്കുന്നു? എനിക്ക് മടുത്ത് ഗൗതം. എത്ര കാലം ഇങ്ങനെ ഒരു ത്യാഗത്തിന്റെ പേരില് എനിക്ക് എന്റെ ജീവിതം പാഴാക്കി കളയാൻ പറ്റും? ഒരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്കും ചില ആഗ്രഹങ്ങളില്ലേ? എനിക്കൊന്ന് ജീവിക്കണം. എനിക്ക് പുറം ലോകം കാണാനും അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്റെ അവസ്ഥ നോക്ക്. അണിഞ്ഞൊരുങ്ങി ഒരു മുറിയിലെ തെക്ക് വടക്ക് നടക്കല്. ഇങ്ങനാണെങ്കിൽ മനസ്സിനകത്ത് അധികം വൈകാതെ ഞാൻ കിടപ്പിലാവും. അതോടെ ഞാൻ തീരുകയും ചെയ്യും. എന്താ കൽപ്പന ഇത്? താൻ കാണുന്ന സ്വപ്നങ്ങൾക്ക് മുഴുവൻ ഞാൻ കൂട്ടില്ലേ? എന്നെങ്കിലും ഒരിക്കൽ ഒന്നിച്ച് ജീവിക്കാമെന്നൊരു വാക്ക് നമുക്കിടയിലില്ലേ? അതൊന്നും നടക്കില്ല ഗൗതം. മനസ്സ് ചത്തിട്ടും ശരീരം ചാവാതെ സൂര്യ ആ വീൽ ചെയറിൽ ഇരിക്കുന്നിടത്തോളം കാലം അതൊന്നും നടക്കില്ല. ഓരോ ദിവസവും കട്ടിലിൽ നിന്ന് എഴുന്നേക്കുമ്പോ അടുത്ത് കിടക്കുന്ന സൂര്യക്ക് ശ്വാസം ഉണ്ടോന്ന് ഞാൻ നോക്കും. മറ്റുള്ളവർ കേട്ടാ അത് ക്രൂരതയാ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്റെ ഉള്ളിലെ പെണ്ണിന്റെ മോഹം. താൻ കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്കേ. കൃത്യമായ ഒരു അവസരം വന്ന് അയാളെ നമുക്ക് ഇല്ലാതാക്കാം. സൂര്യ ജീവനോടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബന്ധത്തിന് ആരും തടസ്സം പറയില്ല. ഒരു പക്ഷേ ചിലപ്പോ എല്ലാവരും അതിന് നിർബന്ധിച്ചെന്നും വരും. കണക്ക് കൂട്ടാനൊക്കെ വളരെ എളുപ്പം, നടത്തിയെടുക്കാനാ പ്രയാസം. ഗൗതം, ഞാനൊരു വഴി പറഞ്ഞു തന്നാ അത് നടത്തിയെടുക്കാൻ ഗൗതമിനെ കൊണ്ട് പറ്റുമോ? പറ. ഈ കണിമംഗലത്ത് വെച്ച് സൂര്യ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. പുറത്ത് കൊണ്ടുപോകണം. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന ആൾക്ക് എന്തൊക്കെ അപകടങ്ങൾ പറ്റും? അത് കൊള്ളാം. സൂര്യൻ കൊണ്ട് പുറത്തു പോകുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ തിരിച്ചു വരുന്നത് സൂര്യ ജീവനോടെ അല്ലാതായിരിക്കുന്നു. അങ്ങനെ വന്ന നിന്റെ മുന്നിൽ ഞാൻ തല കുനിച്ചു നിൽക്കും, നിന്റെ ജീവിതത്തിന് കൂട്ടായി. ഞാൻ ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും വലിയ ലഹരി കൽപ്പനയാണ്. തന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. പുറത്തു പോവാനുള്ള ഏർപ്പാട് നോക്കിക്കോ. ഗൗതം, എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. സൂര്യയെ പുറത്തു കൊണ്ടുപോകാൻ മാത്രമല്ല, വരുണും പ്രിയങ്കയും തമ്മിലുള്ള അകൽച്ച ഈ കുടുംബത്തുള്ളവരെ ബോധ്യപ്പെടുത്തുകയും വേണം. നാളെ ഞാനത് പ്രാക്ടിക്കലാക്കും. കൽപ്പന ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് പറഞ്ഞ അതിന് മാറ്റം വരില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. തന്റെ പ്ലാൻ എന്താന്ന് വെച്ചാ അത് നടക്കട്ടെ. കണിമംഗലത്തിന് പുറത്തു വെച്ച് സൂര്യയെ എനിക്ക് കിട്ടിയ ആ ഭാരം പിന്നെ ഉണ്ടാവില്ല. വാ. ജീവിക്കണം ഗൗതം. എല്ലാ ദുരിതങ്ങളും കുടഞ്ഞെറിഞ്ഞിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. കുറച്ചു നാളെ നിന്റെ കൂടെ.
കൽപ്പനയ്ക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന്. കൽപ്പനയ്ക്ക് ഒരു കാര്യം പറയാൻ തന്റെ ശുപാർശ ആവശ്യമുണ്ടോ? അതുകൊണ്ടല്ല അച്ഛ, ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞ അത് നല്ല അർത്ഥത്തിൽ ആരും കേൾക്കാറില്ല, അതുകൊണ്ടാ. പറയുന്നത് നല്ല കാര്യമായിരിക്കണം. അപ്പൊ ആരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാവില്ല. എന്തായാലും പറയാമെന്ന കാര്യം പറയേ. വേറൊന്നുമല്ല, കുറെ നാളായില്ലേ നമ്മളെല്ലാരും കൂടെ ഒന്ന് പുറത്തു പോയിട്ട്. 1-2 ദിവസം ഏതെങ്കിലും കൊള്ളാവുന്നൊരു സ്ഥലത്ത് പോയാൽ എന്താന്ന് ആലോചിക്കായിരുന്നു. സൂര്യക്ക് അതൊരു ചേഞ്ചും ആയിരിക്കും. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ. കൽപ്പന, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചുറ്റും കാണുന്ന ഇഷ്ടപ്പെട്ട കാഴ്ചകൾ അമ്മ, അച്ഛൻ, വരുൺ, മുത്തശ്ശി, നമ്മളെ സ്നേഹിക്കുന്നവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും ഈ ലോകത്ത് വേറെയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാനൊന്നും പറയുന്നില്ല. ഈ വീൽ ചെയറിലെ ഇരിപ്പും ഈ വീടിനകത്തെ സഞ്ചാരമൊക്കെ സൂര്യക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ ഞാനും ഇതിനകത്തുണ്ട്. അതെ, അത് കൽപ്പനയോട് പറഞ്ഞത് കാര്യാ. അവൾക്കും ഉണ്ടാവില്ലേ പുറത്തു പോകാൻ ആഗ്രഹം? സൂര്യൻ കൊണ്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ഞങ്ങള് തനിച്ചു പോകുന്നില്ല, എല്ലാരും കൂടി ഒരു ട്രിപ്പ്. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കൽപ്പനയുടെ വലിയ മനസ്സ്. ഞങ്ങളെ എല്ലാവരെയും കൂട്ടി ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ല കാര്യമല്ലേ? എവിടേക്ക് പോവാനാ നീ ഉദ്ദേശിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടി ഒരു സ്ഥലം തീരുമാനിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് പോവാം സൂര്യ. മനസ്സിൽ ഒരുപാട് മുഷിച്ചിലുകളുണ്ട്, അതൊക്കെ അങ്ങ് പോകുന്നെങ്കിൽ പോട്ടെ. ആ, എങ്കിൽ പിന്നെ മറിച്ചൊന്നും തീരുമാനിക്കാനില്ലല്ലോ. വരുണും പ്രിയയും ഇതുവരെ അവരുടെ ഹണിമൂൺ ട്രിപ്പിനൊന്നും പോയിട്ടില്ലല്ലോ. അവർക്കൊരു യാത്രയാവട്ടെ, കൂടെ നിങ്ങൾക്കും. അല്ല, അവരെ കൊണ്ടുപോയിട്ട് എന്തിനാ വലിയ ചാ? ഇവിടെയുള്ള തമ്മിത്തല്ല് അവിടെ ആവർത്തിക്കാൻ ഒരു യാത്ര പോകാനുള്ള മാനസികാവസ്ഥ വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? അവനെ കുറ്റം പറയുന്ന എന്തിനാമേ? കൺമുമ്പിൽ കാണുന്നതല്ലേ അവൻ പറയുന്നത്. അവര് തമ്മിൽ ഒരു ചർച്ചയില്ലല്ലോ. അതെ, നല്ലൊരു കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് അത് കുഴപ്പം പിടിച്ചൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കണ്ട. പോകുന്നെങ്കിൽ വരുണും പ്രിയങ്കയും നമ്മളെല്ലാരും കൂടി, അത് മതി. സൂര്യ, അവരോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല, അവരുടെ കണ്ടീഷൻ അങ്ങനെ ആയിപ്പോയി. വരുണിന് പ്രിയങ്കയെ ഇഷ്ടമില്ല, പ്രിയങ്കയ്ക്ക് വരുണിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എങ്കിൽ ശരി, ഞാനൊരു കാര്യം പറയാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സ്ഥലത്തേക്ക് പോവാം, പക്ഷേ ഒന്നിച്ച് വേണ്ട. വരുണിനെയും പ്രിയങ്കയും അവരുടെ ഹണിമൂൺ ട്രിപ്പാന്ന് പറഞ്ഞു വിട്ടിട്ട് നമുക്കേ അവരുടെ പുറകെ പോവാം. നിങ്ങളെല്ലാവരും പറയുന്ന പോലെ വരുണും പ്രിയങ്കയും അവിടെ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന കണ്ട ആ നിമിഷം ഞാൻ ഈ പറയുന്നത് നിർത്താം. അവരുടെ ജീവിതത്തിനെ കുറിച്ച് പിന്നെ ഞാൻ ഒരഭിപ്രായം ഇവിടെ പറയില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാലോ അവരുടെ ബന്ധത്തിന്റെ ആഴം എത്രയാണെന്ന്. എങ്കിൽ ശരി, അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇവിടെയുള്ള സംശയരോഗികൾക്ക് അതൊരു ഉത്തരമായിക്കോട്ടെ പരമേശ്വര. ഇതൊക്കെ വേണോ അമ്മേ? വേണം. വരുണും പ്രിയങ്കയും തമ്മിലുള്ള ബന്ധം ഇവർക്കൊക്കെ ബോധ്യപ്പെടണം. എനിക്ക് ഉറപ്പുണ്ട്, ഇങ്ങനൊരു യാത്ര പോയി തിരിച്ചു വരുമ്പോ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും.
അപ്പോ അതങ്ങ് തീരുമാനിക്ക പരമേശ്വര. ഒരു യാത്രയല്ലേ, ഒരുപാട് മുറിവുകള് ഒന്നിച്ചുണങ്ങാൻ അത് ചിലപ്പോ പ്രയോജനപ്പെടും. ശരി, എന്തായാലും യാത്ര തീരുമാനിച്ചോളൂ. ബാക്കി നമുക്ക് നോക്കാം. ആദ്യം നമുക്കിത് പ്രിയയോടും വരുണിനോടും സംസാരിക്കണം. രാധിക, ഞാൻ തന്നെ കാണാൻ വേണ്ടി കാത്തുന്നതാ. എന്തിനാ? എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. സാറിന് എന്താ അത് മനസ്സിലാവാത്ത? സാറ് വലിയ ആളാ, എത്രയോ പേര് പരിചയമുണ്ട്. എന്നിട്ടും ഒരു വിലയില്ലാത്ത എന്റെ പിന്നാലെ നടന്ന് സമയം കളയണം. ഞാൻ പറഞ്ഞില്ലേ, വലിയവരൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ മനസ്സിന് ഇഷ്ടം തോന്നിയത് ഒരാളോടെ ഉള്ളൂ. സർ, ദയവ് ചെയ്ത് എന്നെ ഇനി ബുദ്ധിമുട്ടിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. തിരുമേനി ക്ഷമിക്കണം. തെറ്റായ ഒരു സമീപനവും എന്റെ ഭാഗത്തുനിന്ന് രാധികയോടുണ്ടായിട്ടില്ല. തിരുമേനിയോട് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. മുൻപ് ഞാൻ അങ്ങയോട് ചോദിച്ചല്ലോ, ഈ ഗ്രാമത്തിൽ നിന്നും എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയൊരു പെൺകുട്ടിയെ അങ്ങയ്ക്ക് കണ്ടെത്തി തരാൻ പറ്റുമെന്ന്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അങ്ങയുടെ മകൾ രാധികയെ എനിക്കിഷ്ടമാണ്. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനിതല്ലല്ലോ രീതി. അറിയാം. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. നാളെ ഞാൻ അമ്മയും കൂട്ടി തിരുമേനിയുടെ വീട്ടിലേക്ക് വരാം. അമ്മ കാര്യങ്ങൾ സംസാരിക്കും. അമ്മ ഒന്ന് രാധികയെ കാണട്ടെ തിരുമേനി. അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. എന്നാ ഞാൻ പോട്ടെ. ഇപ്പോൾ ഒരു ട്രിപ്പ് പോകാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല. മാനസികാവസ്ഥയ്ക്ക് എന്താ പ്രശ്നം? നിങ്ങൾ ചെറുപ്പമാണ്. വിവാഹം കഴിഞ്ഞ അടുത്ത നാളുകളിൽ ഇത്തരം യാത്രകളൊക്കെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ? അച്ഛൻ ഇതുവരെ ഓക്കെ ആയിട്ടില്ലല്ലോ. ആദ്യം അതൊന്നും ശരിയാവട്ടെ. അത് കഴിഞ്ഞിട്ട് ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എനിക്കിപ്പോ നീ കാണുന്ന കുഴപ്പം എന്താ? പ്രായമായി, അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്ന് കരുതി പ്രായമായൊരു വീട്ടിലുണ്ടെങ്കിൽ മറ്റുള്ളവർ ഒരിക്കലും യാത്ര പോകണ്ടെന്നാണ്. വരുണ് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കണ്ട അച്ഛാ. ഞങ്ങളിവിടെ ഹാപ്പിയാണല്ലോ. നിങ്ങൾ ഇവിടെ ഹാപ്പിയാണെന്ന് ഞങ്ങൾക്കും കൂടി വിശ്വാസം വരണ്ടേ? ഒരുപാട് ദൂരെയൊന്നും അല്ലല്ലോ പോകുന്നത്. നമ്മുടെ എസ്റ്റേറ്റിലേക്കും നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കും തന്നെയാണ്. അതിനെ ഒരു ട്രിപ്പായിട്ട് കണക്കാക്കണ്ട. നാളെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് വരുണാണല്ലോ. അവിടെയുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടറിയുകയും ചെയ്യും. ആ
അത് അമ്മ പറഞ്ഞതാ കാര്യം. ഇതൊരു ട്രിപ്പായിട്ടൊന്നും കാണണ്ട. അച്ഛൻ എന്തായാലും ബിസിനസ് കാര്യത്തിന് പോകാൻ പറ്റില്ലല്ലോ. നിങ്ങളൊന്ന് പോയി അത് അന്വേഷിച്ചിട്ട് വാ.